ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. ഇനി നമ്മൾ 15ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. പ്രാച്യാം രക്ഷതു മാമൈന്ദ്രി ആഗ്നേയാമഗ്നിദേവത ദക്ഷിണേ ചൈവ വാരാഹി നൈഋത്യാം ഖഡ്ഗധാരിണി. പ്രാച്യാം രക്ഷതു മാമൈന്ദ്രി. പ്രാച്യാം എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിക്കിൽ, രക്ഷതു രക്ഷിക്കട്ടെ, മാമൈന്ദ്രി മാം ഐന്ദ്രിയാണ്, മാമൈന്ദ്രി എന്നെ, ഐന്ദ്രി എന്ന് പറഞ്ഞാൽ ഇന്ദ്രാണി, ഇന്ദ്രാണി രക്ഷിക്കട്ടെ. അമ്മയുടെ നമ്മൾ പറഞ്ഞിരുന്നു പല ഭാവങ്ങളുടെ പല നാമങ്ങളുടെ പേരിലാണ് അമ്മയോട് ഈ രക്ഷ അപേക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കിഴക്ക് ദിക്കിൽ ഇന്ദ്രാണി രക്ഷിക്കണമേ. ആഗ്നേയാം അഗ്നിദേവത. ആഗ്നേയാം എന്ന് പറഞ്ഞാൽ അഗ്നികോണിൽ അഥവാ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അഗ്നിദേവത, അഗ്നിദേവത രക്ഷിക്കട്ടെ. ദക്ഷിണേ ചൈവ വാരാഹി. ദക്ഷിണേ ദക്ഷിണ ദിക്കിൽ, തെക്ക് ദിക്കിൽ, ച ഏവ അവിടെയാകട്ടെ ആരാത് രക്ഷിക്കേണ്ടത്? വാരാഹി, വാരാഹി ദേവി രക്ഷിക്കണമേ. വാരാഹി ദേവി എന്ന് പറയുന്നത് യമൻ്റെ ശക്തി സ്വരൂപിണിയായിട്ടാണ് പറയപ്പെടാറുള്ളത്. നൈഋത്യാം ഖഡ്ഗധാരിണി. നൈഋത്യാം നിര്യതി ദിക്കിൽ അഥവാ തെക്കു പടിഞ്ഞാറ് ദിക്കിൽ ഖഡ്ഗധാരിണി, ഖഡ്ഗധാരിണി ദേവി രക്ഷിക്കണമേ. 16ാമത്തെ ശ്ലോകം. പ്രതീച്യാം വാരുണീ രക്ഷേത് വായവ്യാം മൃഗവാഹിനി രക്ഷേദുദീച്യാം കൗബേരി ഈശാന്യാം ശൂലധാരിണി. പ്രതീച്യാം പടിഞ്ഞാറ് ദിക്കിൽ, വാരുണി വാരുണി ദേവി രക്ഷേത രക്ഷിക്കട്ടെ. വായവ്യാം വായുകോണിൽ, വായുകോണെന്ന് പറയുന്ന വടക്കു പടിഞ്ഞാറ് ഭാഗമാണ്. മൃഗവാഹിനി, മൃഗവാഹിനി എന്ന് പറയുന്ന വായുശക്തി സ്വരൂപിണി രക്ഷിക്കണമേ. രക്ഷേത് ഉദീച്യാം കൗബേരി. രക്ഷേത് ഉദീച്യമാണ്, രക്ഷേതുദീച്യാം, രക്ഷേത് രക്ഷിക്കട്ടെ. ഉദീച്യാം എന്ന് പറഞ്ഞാൽ വടക്കു ദിക്കിൽ കൗബേരി, കുബേരശക്തി അല്ലെങ്കിൽ കൗബേരി ദേവി രക്ഷിക്കട്ടെ. ഈശാന്യാം ശൂലധാരിണി. ഈശാന്യാം ഈശാന കോണില അഥവാ വടക്കു കിഴക്കു ദിക്കില ശൂലധാരിണി, ശൂലധാരിണിയായിട്ടുള്ള ദേവി അഥവാ മഹേശ്വര ശക്തിയായിട്ടുള്ള ദേവി രക്ഷിക്കട്ടെ. 17ാമത്തെ ശ്ലോകമാണ്. ഊർധ്വം ബ്രഹ്മാണി തു മേ രക്ഷേത് അധസ്താദ്വൈഷ്ണവീ തഥാ ഏവം ദശദിശോ രക്ഷേത് ചാമുണ്ഡാ ശവവാഹന. നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് 8 ദിക്കുകളിൽ അമ്മയുടെ ഓരോ ഭാവങ്ങളോട് അപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, പിന്നെ തെക്ക് കിഴക്ക്, തെക്കു പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, വടക്കു പടിഞ്ഞാറ്, ഇങ്ങനെ 8 ദിക്കുകളിൽ അമ്മയുടെ 8 ഭാവത്തിലായിട്ട് ദേവിയോട് അപേക്ഷിക്കുന്നത് കണ്ടു. ഇനിയും അടുത്ത 2 ദിക്കുകൾ അത് പറയുകയാണ്. ഊർധ്വം, ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിൽ, ബ്രഹ്മാണി ബ്രഹ്മശക്തി, മേ രക്ഷേത എന്നെ രക്ഷിക്കട്ടെ. അധസ്താദ് വൈഷ്ണവി തഥാ. അധസ്താദ് വൈഷ്ണവി 2 വാക്കുകളാണ്. അധസ്താദ് എന്ന് പറഞ്ഞാൽ താഴെ,
താഴെയുള്ള ഭാഗങ്ങളിൽ വൈഷ്ണവി ദേവി രക്ഷിക്കട്ടെ. ഏവം ദശദിശോ രക്ഷേത. ഏവം ഇപ്രകാരം ദശദിശ 10 ദിക്കുകളിൽ, നമ്മൾ 8 ദിക്കുകളിലെ പറഞ്ഞു, പിന്നെ മുകളിലും താഴെ, ഇതാണ് 10 ദിക്കുകൾ. 10 ദിക്കുകളിൽ രക്ഷേത രക്ഷിക്കട്ടെ. ചാമുണ്ട ശവവാഹന. അപ്പോൾ ഓരോ ഭാഗങ്ങളിലേത് പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു ഇപ്രകാരം ഇനി 10 ദിക്കുകളിൽ ചാമുണ്ട ശവവാഹന. ചാമുണ്ട എന്ന് പറഞ്ഞാൽ ആ ചാമുണ്ടാദേവി, പ്രേതാസനത്തിൽ വസിക്കുന്നതായിട്ടുള്ള ചാമുണ്ടാദേവി. ശവവാഹന, അമ്മയാകട്ടെ ശവവാഹനയായിട്ടുള്ള ദേവീ സ്വരൂപമാണ്. ആ ദേവി 10 ദിക്കുകളിലും രക്ഷിക്കട്ടെ. ഓരോ ദിക്കുകളിലും ഓരോ ദേവിമാരുടെ ഓരോ ശക്തി സ്വരൂപിണിയെ നമ്മൾ കണ്ടു. അതിനുശേഷം ഈ 10 ദിക്കുകളിലും കൂടി, അതായത് ഒരു തരത്തിലും ആ രക്ഷയ്ക്ക് ഒരു പാളിച്ചയും അമ്മ വരുത്തുന്നില്ല. 10 ദിക്കുകളിലെയും കൂടി ഒന്നിച്ചൊരു മേൽനോട്ടം ശവവാഹിനിയായിട്ടുള്ള ചാമുണ്ടാദേവിക്കാണ്. ആ ദേവി രക്ഷിക്കണമേ. അടുത്ത 18ാമത്തെ ശ്ലോകമാണ്. ജയാമേ ചാഗ്രത പാതു വിജയ പാതു പൃഷ്ഠത അജിത വാമപാർശ്വേ തു ദക്ഷിണേ ചാപരാജിത. ജയ മേ ചാഗ്രത. ജയ എന്ന് പറഞ്ഞാൽ ആ ജയാശക്തി, മേ എൻ്റെ, ചാഗ്രത ച അഗ്രത ആണ് ചാഗ്രത. അഗ്രത എന്ന് പറഞ്ഞാൽ മുൻപിൽ, എൻ്റെ മുൻപിൽ ജയാശക്തി രക്ഷിക്കണമേ. പാതു എന്ന് പറഞ്ഞാൽ രക്ഷിക്കണമേ. വിജയ പാതു പൃഷ്ഠത. വിജയാദേവി പാതു കാത്തുരക്ഷിക്കണമേ. ഇവിടെ പൃഷ്ഠത എൻ്റെ പിൻഭാഗത്ത് കാത്തുരക്ഷിക്കണമേ. അജിത വാമപാർശ്വേതു. അജിതാദേവി വാമപാർശ്വേ ഇടത്തുഭാഗത്ത് നിന്നും രക്ഷിക്കണമേ. ദക്ഷിണേ ചാപരാജിത. ച അപരാജിതാണ്, ചാപരാജിത. ദക്ഷിണേ എൻ്റെ വലത്തുഭാഗത്ത്. പാതു രക്ഷിക്കണമേ. ആര്? അപരാജിത. അപരാജിതാദേവി രക്ഷിക്കണമേ. ഇനിയും 19ാമത്തെ ശ്ലോകമാണ്. ശിഖാമുദ്യോതിനി രക്ഷേത് ഉമാ മൂർധ്നി വ്യവസ്ഥിത മാലാധരി ലലാടേ ച ഭ്രുവൗ രക്ഷേദ്യശസ്വിനി. ശിഖാമുദ്യോതിനി. ശിഖാം ഉദ്യോതിനിയാണ്. ശിഖാമുദ്യോതിനി. ഉദ്യോതിനി ദേവി. ശിഖാം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടിക്കെട്ടിൽ രക്ഷിക്കണമേ. ശിഖാമുദ്യോതിനി രക്ഷേത രക്ഷിക്കട്ടെ. ഉമാമൂർധ്നി വ്യവസ്ഥിത. ഉമാ മൂർധ്നി. ഉമാദേവി മൂർധ്നി എന്ന് പറഞ്ഞാൽ ശിരസിൽ രക്ഷിക്കട്ടെ. വ്യവസ്ഥിത എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിതി ചെയ്യണമേ. സ്ഥിതി ചെയ്ത് തന്നെ രക്ഷിക്കണമേ. മാലാധരി ലലാടേച്ച. മാലാധരി ദേവി ലലാടേ നെറ്റിത്തടത്തിൽ വസിച്ച് രക്ഷിക്കണമേ. ഭ്രുവൗ രക്ഷേദ്യശസ്വിനി. ഭ്രുവൗ എന്ന് പറഞ്ഞാൽ പുരികക്കൊടികൾ. പുരികക്കൊടികളിൽ രക്ഷേദ്യശസ്വിനി. രക്ഷേത യശസ്വിനിയാണ്. രക്ഷേദ്യശസ്വിനി. രക്ഷേത എന്ന് പറഞ്ഞാൽ രക്ഷിക്കട്ടെ. യശസ്വിനി ദേവി എൻ്റെ പുരികക്കൊടികളിൽ വസിച്ച് രക്ഷിക്കട്ടെ. ഇനി 20ാമത്തെ ശ്ലോകമാണ്. നേത്രയോശ്ചിത്രഖണ്ഡാച യമഖണ്ഡാച നാസികേ ശംഖിനി ചക്ഷുഷോർമധ്യേ ശ്രോത്രയോർദ്വാരവാസിനി. നേത്രയോശ്ചിത്രഖണ്ഡ. നേത്രയോ എൻ്റെ നേത്രങ്ങളെ. ചിത്രഖണ്ഡാദേവിയും യമഖണ്ഡ ച നാസികേ. നാസിക എന്ന് പറഞ്ഞാൽ എൻ്റെ നാസികകളെ, എൻ്റെ നാസികയെ, എൻ്റെ മൂക്കിനെ യമഖണ്ഡാദേവിയും ശംഖിനി ചക്ഷുഷോർമധ്യേ. ശംഖിനി ദേവി ചക്ഷുഷോ മധ്യേ. ചക്ഷുഷം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. കണ്ണുകളുടെ മധ്യഭാഗത്തിൽ ശംഖിനി ദേവിയും ശ്രോത്രയോർദ്വാരവാസിനി. ശ്രോത്രയോഹോ ദ്വാരവാസിനി. ശ്രോത്രയോ എന്ന് പറഞ്ഞാൽ
എൻ്റെ കാതുകളെ ദ്വാരവാസിനിയും രക്ഷിക്കട്ടെ. 21 ശ്ലോകം. കപോലൗ കാളികാരക്ഷേത് കർണമൂലേ തു ശാങ്കരി നാസികായാം സുഗന്ധാച ഉത്തരോഷ്ഠേ ച ചർച്ചിക. കപോലൗ, കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടം. കപോലൗ കാളികാരക്ഷേത്, എൻ്റെ കവിൾത്തടങ്ങളെ കാളികാദേവി രക്ഷിക്കട്ടെ. കർണമൂലേത്തു ശാങ്കരി, എൻ്റെ കർണമൂലത്തെ ശാങ്കരീദേവി രക്ഷിക്കട്ടെ. നാസികായാം സുഗന്ധാച ഉത്തരോഷ്ഠേ ച ചർച്ചിക. നാസികായാം, എൻ്റെ നാസികാദ്വാരങ്ങളെ സുഗന്ധാദേവി രക്ഷിക്കട്ടെ. ഉത്തരോഷ്ഠേ ച ചർച്ചിക, ഓഷ്ഠമെന്നാൽ ചുണ്ട്, ഉത്തരോഷ്ഠേ എന്ന് പറഞ്ഞാൽ മേൽചുണ്ടിനെ ചർച്ചികാദേവി രക്ഷിക്കട്ടെ. 22 ശ്ലോകം. അധരേ ചാമൃതകല ജിഹ്വായാം തു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേ തു ചണ്ഡിക. അധരേ ച അമൃതകല, അധരങ്ങളെ, എൻ്റെ ചുണ്ടുകളെ, അതായത് ഇവിടെ കീഴ്ചുണ്ടിനെ അമൃതകലാദേവി രക്ഷിക്കട്ടെ. ജിഹ്വായാം തു സരസ്വതി, എൻ്റെ ജിഹ്വ എന്നാൽ നാവുകളെ, എൻ്റെ നാവിനെ സരസ്വതി ദേവി രക്ഷിക്കട്ടെ. നാവ് വേണ്ട വിധത്തിൽ വേണ്ടതിന് മാത്രം വളയ്ക്കുകയും അരുതാത്തതൊന്നും നാവിൽ നിന്ന് ഒരു വാക്കുപോലും വീണുപോകാതെ ഇരിക്കാൻ സരസ്വതി ദേവി രക്ഷിക്കട്ടെ. ദന്താൻ രക്ഷതു കൗമാരി, ദന്താൻ ദന്തങ്ങളെ, കൗമാരി രക്ഷതു കൗമാരി ദേവി രക്ഷിക്കട്ടെ. കണ്ഠമധ്യേ തു ചണ്ഡിക, കണ്ഠമധ്യേ കഴുത്തിൻ്റെ മധ്യഭാഗത്തെ ചണ്ഡികാദേവി രക്ഷിക്കട്ടെ. 23 ശ്ലോകം. ഖണ്ഡികാം ചിത്രഖണ്ഡാച മഹാമായ ച താലുകേ കാമാക്ഷി ചിബുകം രക്ഷേത് വാചം മേ സർവമംഗള. ഖണ്ഡികാം ചിത്രഖണ്ഡ, ഖണ്ഡികാം കണ്ഠമണിയെ, അതായത് നമ്മുടെ നാദതന്ത്രികളൊക്കെ ഉടലെടുക്കുന്ന ഇടത്തെയാണ് ഖണ്ഡിക എന്ന് പറയുന്നത്. കണ്ഠമണി, അതിനെ ചിത്രഖണ്ഡാദേവി രക്ഷിക്കട്ടെ. മഹാമായ ച താലുകേ, താലുകേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെയൊക്കെ ഉൾഭാഗത്തെ മഹാമായാദേവി രക്ഷിക്കട്ടെ. കാമാക്ഷി ചിബുകം രക്ഷേത്, ചിബുകം എന്ന് പറഞ്ഞാൽ താടിയെ, എൻ്റെ താടിയെ കാമാക്ഷി ദേവി രക്ഷിക്കട്ടെ. വാചം മേ സർവമംഗള, വാചം എൻ്റെ വാക്കുകളെ, മേ എന്നാൽ എൻ്റെ വാക്കുകളെ സർവമംഗളാദേവി രക്ഷിക്കട്ടെ. ഗ്രീവായാം ഭദ്രകാളീ ച പൃഷ്ഠവംശേ ധനുർധരീ നീലഗ്രീവാ ബഹിഃകണ്ഠേ നളികാം നളകൂബരീ. ഗ്രീവായാം ഭദ്രകാളീ ച, ഗ്രീവ എന്നാൽ കഴുത്ത്, ഗ്രീവത്തിനെ, എൻ്റെ കഴുത്തിനെ ഭദ്രകാളീ ദേവി രക്ഷിക്കട്ടെ. പൃഷ്ഠവംശേ ധനുർധരി, പിൻഭാഗത്തെ, കഴുത്തിൻ്റെ പിൻഭാഗത്തെ ധനുർധരീ ദേവി രക്ഷിക്കട്ടെ. നീലഗ്രീവ ബഹിഃകണ്ഠേ, ബഹിഃകണ്ഠേ കഴുത്തിൻ്റെ പുറം ഭാഗത്തെ നീലഗ്രീവാദേവി രക്ഷിക്കട്ടെ. നളികാം നളകൂപരി, നളികാം എന്ന് പറഞ്ഞാൽ കണ്ഠനാളത്തെ നളകൂപരി ദേവി രക്ഷിക്കട്ടെ. 25 ശ്ലോകമാണ്. ഖഡ്ഗധാരണ്യുഭൗ സ്കന്ധൗ ബാഹുമേ വജ്രധാരിണി ഹസ്തയോർദണ്ഡിനി രക്ഷേത അംബിക ചാങ്കുലീഷു ച. ഖഡ്ഗധാരണ്യുഭൗ, ഖഡ്ഗധാരണി ഉഭൗ ആണ്, ഖഡ്ഗധാരണ്യുഭൗ, ഉഭൗ എന്നാൽ 2. ഖഡ്ഗധാരണി ദേവി ഉഭൗ സ്കന്ധൗ, സ്കന്ധൗ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളുകളെ, 2 തോളുകളെ രക്ഷിക്കട്ടെ. ബാഹുമേ വജ്രധാരിണി,
ബാഹു എന്ന് പറഞ്ഞാൽ തോള് മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗത്തെയാണ് ബാഹുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ബാഹുക്കളെ മേ എന്നാൽ എൻ്റെ വജ്രധാരിണി ദേവി രക്ഷിക്കട്ടെ. ഹസ്തയോർ ദണ്ഡിനി രക്ഷേത. ഹസ്തയോഹോ ദണ്ഡിനി, രണ്ട് വാക്കുകളാണ് അവിടെ. ഹസ്തയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈമുട്ട് വരെയുള്ള ബാഹുക്കളുടെ കാര്യം പറഞ്ഞുവെങ്കിൽ കൈമുട്ട് മുതൽ ഉള്ളം കൈ വരെയുള്ള ഹസ്തഭാഗത്തെ, ഹസ്തങ്ങളെ ദണ്ഡിനി ദേവി രക്ഷിക്കട്ടെ. അംബിക ചാങ്കുലീഷു ച. അംബികാദേവി ച അങ്കുലീഷു. അങ്കുലങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കുലീയങ്ങളെ, എൻ്റെ വിരലുകളെ അംബികാദേവി രക്ഷിക്കട്ടെ. 26-ാമത്തെ ശ്ലോകം. നഖാൻ ശൂലേശ്വരി രക്ഷേത് കുക്ഷിം രക്ഷേന്നളേശ്വരി. സ്തനൗ രക്ഷേൻ മഹാലക്ഷ്മി മഹാദേവി മനഃശോകവിനാശിനി. നഖാൻ ശൂലേശ്വരി രക്ഷേത്. നഖാൻ എൻ്റെ നഖങ്ങളെ ശൂലേശ്വരി ദേവി രക്ഷിക്കട്ടെ. രക്ഷേത് കുക്ഷിം രക്ഷേന്നളേശ്വരി. നഖാൻ ശൂലേശ്വരി രക്ഷേത്. നഖങ്ങളെ ശൂലേശ്വരി ദേവി രക്ഷിക്കട്ടെ. കുക്ഷിം രക്ഷേന്നളേശ്വരി. കുക്ഷിം എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഉൾഭാഗത്തെ. രക്ഷേന്നളേശ്വരി, രക്ഷേത നളേശ്വരിയാണ്. രക്ഷേന്നളേശ്വരി, നളേശ്വരി ദേവി രക്ഷിക്കട്ടെ. സ്തനൗ രക്ഷേൻ മഹാദേവി. സ്തനൗ എൻ്റെ സ്തനങ്ങളെ രക്ഷേത അമ്മ രക്ഷിക്കട്ടെ. ആര്? മഹാദേവി. മഹാദേവി രക്ഷിക്കട്ടെ. മനഃശോക വിനാശിനി. മനഃ ശോക വിനാശിനി. എൻ്റെ മനസ്സ്, മനഃ എന്ന് പറഞ്ഞാൽ മനസ്സ്, ശോകവിനാശിനി. മനഃ ശോകവിനാശിനി, രണ്ട് വാക്കുകളാണ് അവിടെ. എൻ്റെ മനസ്സിനെ ശോകവിനാശിനി രക്ഷിക്കട്ടെ. മനസ്സിൻ്റെ ശോകമാണ്, ദുഃഖമാണ്, വിഷമമാണ്, ചിന്തകളുടെ ഒരു ബാഹുല്യമാണ്, അപക്വമായ ചിന്തകളുടെ ബാഹുല്യമാണ് പലപ്പോഴും മനസ്സിനെ ശോകത്തിലേക്ക് തള്ളിവിടുന്നത്. ആ ശോകങ്ങളെ തന്നെ ഇല്ലാതെയാക്കിയാൽ, അനാവശ്യ ചിന്തകളെ തന്നെ ഇല്ലാതെയാക്കിയാൽ മനസ്സ് ശാന്തമാകും. അപ്പോൾ മനസ്സിനെ സംരക്ഷിക്കുവാൻ ശോകവിനാശിനി ദേവി ഉണ്ടാകണമേ. 27-ാമത്തെ ശ്ലോകം. ഹൃദയം ലളിതാദേവി ഉദരം ശൂലധാരിണി. നാഭിം ച കാമിനി രക്ഷേത ഗുഹ്യം ഗുഹ്യേശ്വരി തഥാ. ഹൃദയം ലളിതാദേവി. എൻ്റെ ഹൃദയത്തെ ലളിതാദേവി രക്ഷിക്കട്ടെ. ഉദരം ശൂലധാരിണി. ഉദരം എന്ന് പറഞ്ഞാൽ ഇവിടെ വയറിൻ്റെ പുറം ഭാഗത്തെയാണ്. നമ്മൾ കുക്ഷിം എന്ന് പറഞ്ഞ ഉൾഭാഗത്തെ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടുവെങ്കിൽ ഇവിടെ പറയുന്ന വയറിൻ്റെ പുറം ഭാഗത്തെ ശൂലധാരിണി, ശൂലധാരിണി ദേവി രക്ഷിക്കട്ടെ. നാഭിം ച കാമിനി രക്ഷേത. എൻ്റെ നാഭിയെ കാമിനി ദേവി രക്ഷിക്കട്ടെ. ഗുഹ്യം ഗുഹ്യേശ്വരി തഥാ. ഗുഹ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുഹ്യഭാഗത്തെ ഗുഹ്യേശ്വരി ദേവി രക്ഷിക്കട്ടെ. 28-ാമത്തെ ശ്ലോകം. ഭൂതനാഥ ച മ്രേഡം മേ ഗുദം മഹിഷവാഹിനി. കട്യാം ഭഗവതി രക്ഷേത് ജാനുനി വിന്ധ്യവാസിനി. ഭൂതനാഥ ച മ്രേഡം മേ. എൻ്റെ മ്രേഡം എന്ന് പറഞ്ഞാൽ ലിംഗഭാഗത്തെ ഭൂതനാഥാദേവി രക്ഷിക്കട്ടെ. ഗുദം മഹിഷവാഹിനി. എൻ്റെ ഗുദം, ഗുദപ്രദേശത്തെ, ഗുദം എന്ന് പറയുന്ന മലദ്വാര പ്രദേശത്തെ മഹിഷവാഹിനി ദേവി രക്ഷിക്കട്ടെ. കട്യാം ഭഗവതി രക്ഷേത. എൻ്റെ കടിപ്രദേശത്തെ, കട്യാം എന്ന് പറഞ്ഞാൽ കടിപ്രദേശത്തെ അഥവാ എൻ്റെ അരക്കെട്ടിനെ ഭഗവതി രക്ഷേത, ഭഗവതി രക്ഷിക്കട്ടെ. ജാനുനി വിന്ധ്യവാസിനി. ജാനുനി, ജാനുക്കൾ എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ. ജാനുനി കാൽമുട്ടിൻ്റെ ഭാഗത്തെ. വിന്ധ്യവാസിനി, വിന്ധ്യവാസിനി ദേവി രക്ഷിക്കട്ടെ. 29-ാമത്തെ ശ്ലോകം.
ജംഘേ മഹാബലാ പ്രോക്ത ജാനുമധ്യേ വിനായകി ഗുൽഫയോർനാരസിംഹീ ച പാദപൃഷ്ഠേ അമിതൗജസി. ജംഘേ മഹാബലാ പ്രോക്ത, ജംഘേ എൻ്റെ കണങ്കാലുകളെ, മഹാബലാ പ്രോക്ത മഹാബലാദേവി, ആ മഹാബലാദേവിയെക്കുറിച്ച് പറയാണ്. പ്രോക്ത പറയപ്പെട്ടിട്ടുള്ള അഥവാ വേദങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ആ മഹാബലാദേവി എൻ്റെ കണങ്കാലുകളെ രക്ഷിക്കട്ടെ. ജാനുമധ്യേ വിനായകി, ജാനുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാൽമുട്ടുകൾ. ജാനുമധ്യേ എൻ്റെ കാൽമുട്ടുകളുടെ മധ്യഭാഗത്തെ വിനായകി ദേവി രക്ഷിക്കട്ടെ. ഗുൽഫയോർ നാരസിംഹീ ച, ഗുൽഫയോ എന്ന് പറഞ്ഞാൽ എൻ്റെ നെരിയാണികളെ നാരസിംഹി ദേവി രക്ഷിക്കട്ടെ. പാദപൃഷ്ഠേ അമിതൗജസി, എൻ്റെ കാൽപാദങ്ങളുടെ പൃഷ്ഠഭാഗം എന്ന് പറഞ്ഞാൽ പുറം ഭാഗത്തെ അമിതൗജസി ദേവി രക്ഷിക്കട്ടെ. ഇനി 30ാമത്തെ ശ്ലോകമാണ്. രോമകൂപാണി കൗബേരി ത്വചം വാഗീശ്വരി തഥാ രക്തമജ്ജാവസാമാംസാന്യസ്ഥി മേധാംസി പാർവതി. രോമകൂപാണി എൻ്റെ രോമകൂപങ്ങളെ, കൗബേരി കൗബേരി ദേവിയും, ത്വചം വാഗീശ്വരി തഥാ, ത്വചം എന്ന് പറഞ്ഞാൽ എൻ്റെ ത്വക്കിനെ വാഗീശ്വരി ദേവി രക്ഷിക്കട്ടെ. രക്തമജ്ജ വസ മാംസാന്യസ്ഥിമേധാംസി, രക്ത മജ്ജ വസ മാംസാനി അസ്ഥി മേധാംസി, ഇങ്ങനെ കുറച്ചധികം ഭാഗങ്ങളെ ഒന്നിച്ച് ചേർത്താണ് ഇനി അടുത്ത അപേക്ഷ പാർവതീദേവിയോട്. രക്തത്തെ, മജ്ജയെ, വസ, അതേപോലെ മാംസാനി, അസ്ഥി, മേധാംസി, ഇങ്ങനെ ഇത്രയും ഭാഗങ്ങളെ അമ്മേ പാർവതീദേവി അവിടുന്ന് രക്ഷിക്കണമേ. എൻ്റെ രക്തത്തെ വേണം, മജ്ജയെ വേണം. വസ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാംസത്തിലെ ഒരു ജലാംശം ഉള്ള ഭാഗത്തെയാണ് വസ എന്ന് പറയുന്നത്. അതിനെ മാംസാനി, മാംസഭാഗത്തെ, അസ്ഥി, മേധാംസി എന്ന് പറഞ്ഞാൽ മേധസ്സിനെ, ഇതിനെയൊക്കെയും പാർവതീദേവി രക്ഷിക്കണമേ. 32ാമത്തെ ശ്ലോകമാണ്. ആന്ത്രാണി കാളരാത്രി തു പിത്തം ച മകുടേശ്വരി പത്മാവതി പത്മകോശേ കഫേ ചൂടാമണിസ്തഥാ. ആന്ത്രാണി കാളരാത്രി തു, ക്ഷമിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് 30ാമത്തെ ശ്ലോകം നമ്മൾ വിട്ടുപോയിരുന്നു. അത് പറഞ്ഞിട്ട് 32ലേക്ക് വരാമെന്ന് കരുതുന്നു. പാദാങ്കുലി ശ്രീധരീ ച പാദാധസ്ഥലവാസിനി നഖാൻ ദംഷ്ട്രാകരാളീ ച കേശാംശ്ചൈവോർധ്വകേശിനി. പാദാങ്കുലി ശ്രീധരീ ച, പാദാങ്കുലി എന്ന് പറഞ്ഞാൽ എൻ്റെ കാൽവിരലുകളെ ശ്രീധരീ ദേവി രക്ഷിക്കട്ടെ. പാദാധസ്ഥലവാസിനി, പാദങ്ങളുടെ അധസ്ഥലം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തെ, അടിഭാഗത്തെ തലവാസി, പാദാധ തലവാസിനിയാണ്. തലവാസിനി ദേവി അല്ലെങ്കിൽ പാതാളവാസിനി ദേവി എന്നും പറയാറുണ്ട്. ദേവി സംരക്ഷിക്കട്ടെ. നഖാൻ ദംഷ്ട്രാകരാളി ച, നഖാൻ എന്ന് പറഞ്ഞാൽ കാൽനഖങ്ങളെ, ദംഷ്ട്രാകരാളി, ദംഷ്ട്രാകരാളി ദേവി സംരക്ഷിക്കട്ടെ. കേശാംശ്ചൈവോർധ്വകേശിനി, കേശാം ച ഏവ ഊർധ്വകേശിനി, ഇങ്ങനെ 4 വാക്കുകളുണ്ട് അവിടെ. കേശാം എൻ്റെ കേശത്തെ, എൻ്റെ മുടിയെ, ച ഏവ ഊർധ്വകേശിനി, ഊർധ്വകേശിനി ദേവി സംരക്ഷിക്കട്ടെ. ഇനി 32ാമത്തെ ശ്ലോകത്തിൻ്റെയാണ് നമുക്ക് നോക്കാനുള്ളത്. ആന്ത്രാണി കാളരാത്രി തു, ആന്ത്രാണി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടലുകളെ,
നമ്മൾ ഉദരഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, രക്തമാംസ അസ്ഥി മജ്ജ മേധസ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അടുത്ത അവയവത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ കുടലുകളെ കാളരാത്രി ദേവി രക്ഷിക്കട്ടെ. പിത്തം ച മകുടേശ്വരി, എൻ്റെ പിത്തത്തെ മകുടേശ്വരി ദേവി രക്ഷിക്കട്ടെ. പത്മാവതി പത്മകോശേ കഫേ ചൂടാമണിസ്തഥാ. പത്മാവതി പത്മകോശേ, പത്മാവതി ദേവി പത്മകോശേ എന്ന് പറഞ്ഞാൽ വാതത്തെ സംരക്ഷിക്കണമേ. കഫേ ചൂടാമണിസ്തഥ, കഫത്തെ ചൂടാമണി ദേവി സംരക്ഷിക്കണമേ. അതായത് നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങൾ, പിത്തം കഫം പിത്തം വാതം കഫം, ഈ 3 ദോഷങ്ങളെയും അമ്മ ഇല്ലാതെയാക്കി തരണമേ, സംരക്ഷിക്കണമേ. ഇനി അടുത്തത് 33ാമത്തെ ശ്ലോകമാണ്. ജ്വാലാമുഖി നഖജ്വാലാം അഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേത് ഛായാം ഛത്രേശ്വരി തഥാ. ജ്വാലാമുഖി നഖജ്വാലാം, നഖജ്വാലാം എൻ്റെ നഖകാന്തിയെ ജ്വാലാമുഖി ദേവി സംരക്ഷിക്കട്ടെ. അഭേദ്യ സർവസന്ധിഷു, എല്ലാ സന്ധികളെയും, സർവസന്ധിഷു എല്ലാ സന്ധികളെയും അഭേദ്യാദേവിയും സംരക്ഷിക്കട്ടെ. ശുക്രം ബ്രഹ്മാണി മേ രക്ഷേത്, ശുക്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ശുക്ലത്തെ, മേ രക്ഷേത് രക്ഷിക്കട്ടെ. ആര്? ബ്രഹ്മാണി ദേവി രക്ഷിക്കട്ടെ. ഛായാം ഛത്രേശ്വരി തഥാ, ഛായയെ ഛത്രേശ്വരി ദേവി രക്ഷിക്കട്ടെ. 34ാമത്തെ ശ്ലോകം. അഹങ്കാരം മനോബുദ്ധിം രക്ഷേന്മേ ധർമ്മചാരിണി പ്രാണാപാനൗ തഥാ വ്യാനം സമാനോദാനമേവ ച. അഹങ്കാരം മനസ്സ് ബുദ്ധി ഇവയെയൊക്കെയും രക്ഷേന്മേ എന്നെ എൻ്റെ അഹങ്കാരം മനസ്സ് ബുദ്ധി ഇതിനെ 3നെയും ധർമ്മചാരിണി ദേവി രക്ഷിക്കണമേ. പ്രാണാപാനൗ തഥാ വ്യാനം സമാനോദാനമേവ ച. പ്രാണ അപാന വ്യാന സമാന ഉദാനം ഏവ ച. ഇവിടെ 5 പ്രാണങ്ങളെക്കുറിച്ച്, നമ്മുടെ പഞ്ചപ്രാണങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധർമ്മചാരിണി ദേവി എൻ്റെ അഹങ്കാരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ രക്ഷിക്കണമേ. മാത്രമല്ല എൻ്റെ പഞ്ചപ്രാണങ്ങളായിട്ടുള്ള പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നിങ്ങനെയുള്ള 5 പ്രാണങ്ങളെയും അമ്മ രക്ഷിക്കണമേ. 35ാമത്തെ ശ്ലോകം. യശ കീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണി ഗോത്രമിന്ദ്രാണി മേ രക്ഷേത് പശൂൻ മേ രക്ഷ ചണ്ഡികേ. യശ കീർത്തിം ച ലക്ഷ്മീം. യശ എന്ന് പറഞ്ഞാൽ യശസ്, എൻ്റെ യശസ്, കീർത്തി, അതേപോലെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ഐശ്വര്യത്തെ, സദാ രക്ഷതു ചക്രിണി, ചക്രിണി ദേവി എപ്പോഴും രക്ഷിക്കട്ടെ. ഗോത്രമിന്ദ്രാണി മേ രക്ഷേത് പശൂന്മേ രക്ഷ ചണ്ഡികേ. ഗോത്രം ഇന്ദ്രാണി, എൻ്റെ ഗോത്രത്തെ ഇന്ദ്രാണി ദേവി രക്ഷിക്കട്ടെ. പശൂന്മേ രക്ഷ ചണ്ഡികേ, എൻ്റെ പശുക്കളെ രക്ഷ ചണ്ഡികേ, ചണ്ഡികാദേവി രക്ഷിക്കട്ടെ. ഇവിടെ പശുക്കളെ എന്നുദ്ദേശിച്ചിരിക്കുന്നത് എന്നെ ആശ്രയിച്ച് കഴിയുന്ന എല്ലാ ജീവജാലങ്ങളെയും ചണ്ഡികാദേവി രക്ഷിക്കട്ടെ. എന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ എൻ്റേതിനെയും കൂടി ഏൽപ്പിക്കുകയാണ്. എന്നിൽ നിന്നും ഭിന്നമല്ല എൻ്റേത്. അമ്മേ, എൻ്റെ ഓരോരോ അംഗങ്ങളെയും ഞാൻ അമ്മയെ രക്ഷിക്കുവാനായി അമ്മയോട് അപേക്ഷിക്കുമ്പോൾ എൻ്റേതായി എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവയെയും അമ്മ രക്ഷിക്കണമേ. ഇനി 36ാമത്തെ ശ്ലോകമാണ്. പുത്രാൻ രക്ഷേൻ മഹാലക്ഷ്മീം ഭാര്യാം രക്ഷതു ഭൈരവീം
മാർഗം ക്ഷേമകരീ രക്ഷേത് വിജയാ സർവതഃ സ്ഥിതാ. പുത്രാൻ രക്ഷേത് മഹാലക്ഷ്മി. എൻ്റെ സന്തതികളെ മഹാലക്ഷ്മി ദേവി സംരക്ഷിക്കട്ടെ. ഇവിടെ നമുക്കറിയാം ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് തന്നെ ശരിയായ സമ്പത്ത് സൽസന്തതികളാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആ സമ്പത്തിനെ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ തന്നെ ഏൽപ്പിക്കുകയാണ് സംരക്ഷിക്കുന്നതിനായിട്ട്. ഭാര്യാം രക്ഷതു ഭൈരവി. എൻ്റെ ഭാര്യയെ, ഇത് നമുക്കറിയാം ബ്രഹ്മാവാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് മാർക്കണ്ഡേയ മഹർഷിക്ക്. അതുകൊണ്ട് ഭാര്യാം രക്ഷതു ഭൈരവി, നീ സ്ത്രീകൾ അപേക്ഷിക്കുമ്പോൾ ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കാവുന്നതാണ് ഭൈരവീ ദേവിയോട്. മാർഗം ക്ഷേമകരീ രക്ഷേത്. ക്ഷേമകരീ ദേവി എൻ്റെ മാർഗത്തെ, എൻ്റെ ഓരോ ചലിക്കുന്ന മാർഗത്തെയും രക്ഷിക്കണമേ. വിജയാ സർവതഃ സ്ഥിത. വിജയാദേവി സർവതഃ എല്ലായിടത്തും നിന്ന്, സ്ഥിത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിന്ന് രക്ഷിക്കട്ടെ. ഇനി അടുത്തത് 37ാമത്തെ ശ്ലോകമാണ്. രക്ഷാഹീനം തു യത്സ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷമേ ദേവി ജയന്തി പാപനാശിനി. രക്ഷാഹീനം തു യത്സ്ഥാനം, അതായത് അമ്മയുടെ ആ ഒരു രക്ഷ കിട്ടാത്തതായിട്ടുള്ള ഏതൊരു സ്ഥാനമുണ്ടോ, ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ വർജിതം കവചേന തു, അതായത് അത് ഈ കവചത്തിൽ, ഞാൻ ഈ ചൊല്ലിയ കവചത്തിനുള്ളിൽ എൻ്റെ ഏതെങ്കിലും ഭാഗം രക്ഷിക്കുന്നത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തത് സർവം രക്ഷമേ ദേവി, ആ ഭാഗങ്ങളെയെല്ലാം അമ്മേ അവിടുന്ന് രക്ഷിക്കണമേ. ദേവി ജയന്തി പാപനാശിനി, പാപനാശിനിയായിട്ടുള്ള ജയന്തി ദേവി രക്ഷിക്കണമേ. അപ്പോൾ എൻ്റെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളെ, ദിക്കുകളെ ഒക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഭാഗം അമ്മേ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയൊക്കെയും പാപനാശിനിയായിട്ടുള്ള ജയന്തി ദേവി രക്ഷിക്കണമേ. ഇനി അടുത്തത് 38ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.